ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് ഒരു ഫിഷ് മന്തി തയ്യാറാക്കാം. 1/2 കിലോ മന്തി റൈസ് വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കുക. അരി വേവാൻ ആവശ്യമായ വെള്ളം ഒരു പാത്രത്തിൽ വെച്ച് അതിലേക്ക് 4 ഏലക്കായും 3 ഗ്രാമ്പും 1 കഷ്ണം പട്ടയും ഇടുക. അതിലേക്ക് മന്തി പൗഡറും ചേർക്കുക. 1 സ്പൂണോളം മന്തി പൗഡർ ഞാൻ ചേർത്തിട്ടുണ്ട്. അല്പം ഓയിൽ ഒഴിക്കുക. നല്ല ജീരകപ്പൊടി ചേർക്കുക. വളരെ കുറച്ച് മതി. ചോറിനാവശ്യമായ ഉപ്പ് ചേർക്കുക. വെള്ളം നല്ലോണം വെട്ടിത്തിളച്ച് വന്നാൽ കഴുകി ഊറ്റി വെച്ച അരിയിടുക. അരി കുറേശ്ശെ ഇടുന്നത് കല്ലുണ്ടോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ്. ഞാനിതിന് ഉപയോഗിച്ചത് ബ്രൗൺ കളറുള്ള മന്തി റൈസാണ്. ഇനി നമുക്ക് മീൻ പെരക്കാൻ വയ്ക്കുക. 2 സ്പൂണ് മന്തി പൗഡർ ഇടുക. അതിലേക്ക് 1/2 സ്പൂൺ നല്ല ജീരകപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഓയിൽ, മാഗി ക്യൂബ്സ് എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ കുഴക്കുക. ഓയിൽ കുറച്ചും കൂടെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് മീനിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. ഇതിൽ ഞാൻ മഞ്ഞളും മുളകും ഒന്നും ചേർക്കുന്നില്ല. ഈ രീതിയിൽ എല്ലാവരും മന്തി തയ്യാറാക്കി നോക്കണേ. അരി നമുക്ക് വേവിച്ച് ഊറ്റി വെക്കാം. ഇനി നമുക്ക് മീൻ പൊരിച്ചെടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ഒഴിക്കുക. മന്തിക്ക് ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് വറുത്തെടുക്കാം. ആഗോലി മീനാണത്. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മീൻ പൊരിച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. കപ്സിക്കം ചെറുതായി നുറുക്കിയിടുക. അതിലേക്ക് വേവിച്ച് ഊറ്റി വെച്ച റൈസ് ഇടുക. മീൻ പൊരിച്ച ബാക്കി വെളിച്ചെണ്ണയും കൂടി ആ ചോറിൻ്റെ മീതെ ഒഴിച്ചിട്ടുണ്ട്. ഇനി മീൻ നിരത്തി വയ്ക്കാം. പച്ചമുളക് സൈഡിലായിട്ട് ചോറിൽ വെച്ച് കൊടുക്കുക. ചാർക്കോൾ കത്തിച്ച് അതിൻ്റെ നടുക്ക് ഒരു പാത്രത്തിലിട്ട് എണ്ണ ഒഴിച്ച് നല്ലപോലെ അടച്ച് വയ്ക്കുക. മന്തി റെഡി. ഇനി നമുക്ക് മീൻ മാറ്റിയതിന് ശേഷം റൈസ് നല്ലപോലെ കുഴച്ച് മീൻ അതിൻ്റെ മീതെ വയ്ക്കാം. മന്തി റെഡി.